ഗൈസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഷായ്ക്ക് കനൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു കറി ഉണ്ടാക്കണ്ടേ, അപ്പോൾ വെജിറ്റബിൾ പുട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്തിട്ട് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് കുറച്ച് വെജിറ്റബിളും പിന്നെ മസാലപ്പൊടികളും. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾ ഞാൻ എടുത്തത് ഒരു ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു പീസ് ക്യാബേജ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി, ചെറിയൊരു ഉള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചും, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 തണ്ട് പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. പയറിന് പകരം ബീൻസ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു ടൊമാറ്റോൻ്റെ ഫ്ലഷ് ഇല്ലാത്ത ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പുട്ടും പൊടി കുഴച്ചെടുക്കുന്നത്. ഇനി ഞാനിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ക്യാരറ്റ്, പൊട്ടാറ്റോയും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഉള്ളി നൈസാക്കിയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ എല്ലാ കഷ്ണങ്ങളും മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി നമ്മൾ പയർ, ഉള്ളി, ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചിന് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഉള്ളിയും പയറും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനാണ് കുറച്ച് വേവുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. അടി കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നന്നാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം നടു കട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. ഇത് ഒരു ടൊമാറ്റോൻ്റെ ഭാഗങ്ങളാണ്, ഫ്ലഷ് ഇല്ലാത്ത ഭാഗം. പിന്നെ കാബേജ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഉള്ളിയും ക്യാബേജൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ക്യാരറ്റും പൊട്ടാറ്റോയാണ് ഗ്രേറ്റ് ചെയ്തത്. പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണേ.
നന്നാക്കി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം വെജിറ്റബിളിൽ മസാല എല്ലാം മിക്സ് ആവണം. നന്നാക്കി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി. 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. ഞാനതൊക്കെ തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ പുട്ടിലേക്കുള്ള വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് മല്ലിച്ചപ്പാണ്. ഇനി 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുട്ടിൻ്റെ പൊടി എന്തായി നോക്കാം. പുട്ടിൻ്റെ പൊടി തുറന്നപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം തളിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ മതി തേങ്ങ. ഇനി ഇതിലേക്ക് ഞാൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസാല നമുക്ക് 1 സ്പൂണൊക്കെ മതി. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി മേലെ വെച്ചെടുക്കുക. മേലെ നമ്മൾ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവർ മസാല ഒന്നും വെക്കേണ്ട, കുറച്ച് മസാല വെച്ചാൽ മതി കേട്ടോ. ഇനി 1 സ്പൂൺ തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ 1 സ്പൂൺ മേലെ കോരി വെച്ചാൽ മതി കേട്ടോ, പരത്തണ്ട. ഇനി നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം ആവി വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. ഞാനിതാ പാത്രത്തിലേക്ക് വെച്ചെടുക്കാനേ. സൂപ്പർ. ഇനി നമുക്ക് ബാക്കിയും കൂടെ തയ്യാറാക്കുക. സെയിം പ്രോസസ്സ് തന്നെ. തേങ്ങ ഇട്ടു, മസാല ഇടുക, എന്നിട്ട് പുട്ടും പൊടി ഇടുക, അതിൻ്റെ മേലെ കുറച്ചും കൂടെ മസാല വെച്ച് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ തേങ്ങയും കൂടെ വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് കഴിയട്ട പരിപാടി. ഇനി നമ്മുടെ അടുത്ത് പുട്ടും കുറ്റിയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പം ഒരൊറ്റയടിക്ക് ഒരു 2-3 പുട്ടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം തേങ്ങ ചിതറിയതിന് ശേഷം മാത്രം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യം മസാല ഇട്ടിട്ട് പിന്നെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മസാല എല്ലാം ഈ ഹോൾസിൽ ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കും. പക്ഷേ തേങ്ങ അടിയിൽ ഇടുമ്പോൾ അത്ര വലിയ പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ വെച്ചിട്ടുള്ളത് 2 പപ്പടമാണ് കേട്ടോ. അപ്പോൾ പപ്പടം ഈ മസാലയും പുട്ടൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുക. പിന്നെ നമ്മുടെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സൺഡേ ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. കാരണം കുറച്ച് ടൈം വേണ്ടി വരും ഇതൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇനി വെജിറ്റബിൾ പുട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം പുട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ കൂളായിട്ട് ഇരുന്നിട്ട് ആസ്വദിച്ച് കഴിക്കാം. പിന്നെ
പുട്ടുണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.